പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും പരിഹാസവുമായി ഇറാൻ രംഗത്ത്. ഉപരോധം മറികടന്നുകൊണ്ട് ഇറാന്റെ യുദ്ധക്കപ്പൽ പുറത്തേക്ക് വന്നാൽ തകർത്ത് തരിപ്പണമാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപനം നടത്തിയതിനു പിന്നാലെയാണ് ഇത്തരമൊരു പരിഹാസം നടത്തിയിരിക്കുന്നത്. എന്നാൽ ഒന്നല്ല, ഹോർമൂസിലൂടെ തന്നെ 5 കപ്പലുകളാണ് ട്രംപിന്റെ ഭീഷണികളെയും ഭേദിച്ചുകൊണ്ട് കടന്നുപോയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ വീണ്ടും പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും അണിയറയിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ള ഒരു സൂചനയാണ്. അതായത് ഇരുപക്ഷവും ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിട്ടുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. വീണ്ടും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ വരുന്ന വ്യാഴാഴ്ച 2ാം ഘട്ട ചർച്ചകൾ നടക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നെങ്കിൽ പോലും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും 2 പക്ഷത്തുള്ളവരും പച്ചക്കൊടി കാണിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ പരിഹാസം നടത്തി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഹോർമോസ് ഉപരോധിച്ചുവെന്നും കടലിടുക്ക് കടക്കുവാനോ പുറത്തേക്ക് വരുവാനോ ഒരു കപ്പലുകളെയും അനുവദിക്കില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നുകൊണ്ടാണ് ഇത്തരമൊരു പരിഹാസം വന്നിരിക്കുന്നത്. ഉപരോധത്തിന്റെ 1ാം ദിനം ഇറാൻ ബന്ധമുള്ളത് 5 കപ്പലുകളാണ് സുഗമമായി തന്നെ ഹോർമൂസിലൂടെ തന്നെ യാത്ര ചെയ്തത്. കപ്പലുകളെ കത്തിച്ച് ചാമ്പലാക്കുമെന്നതായിരുന്നു ട്രംപിന്റെ ഭീഷണി. എന്നാൽ US മുൻപ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന കപ്പലുകളിൽ 3 എണ്ണമാണ് ഇന്നലെ ക്രൂഡ് ഓയിലുമായി തന്നെ ഹോർമൂസിലൂടെ കടന്നുപോയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതേപോലെ തന്നെ പീസ് ഗൾഫ് എന്ന പനാമയുടെ അവിടെ കൊടിയുള്ള മീഡിയം റേഞ്ച് ടാങ്കർ ഇറാനിൽ നിന്ന് UAE അവിടെ ആ ഒരു തുറമുഖത്തേക്ക് കഴിഞ്ഞ ദിവസമാണ് കടന്നുപോയത്. ഇറാനിയൻ നഫ്തയാണ് ഇതിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് വസ്തുത. അതേപോലെ തന്നെ മാഗ്നിന്റെ ആ ഒരു കൊടിയുള്ള വലിയ രീതിയിൽ ഇറാഖിലേക്കും അത് പോയിരിക്കുന്നതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മുൻപ് റഷ്യൻ ഇറാനിയൻ ക്രൂഡ് ഓയിലുകൾ കൊണ്ടുവന്നിരുന്ന കപ്പലാണിത്. അതേപോലെ തന്നെ ലൈബീരിയയുടെയും കൊടിയുള്ള കപ്പലുകൾ ഈ ഒരു പതാക വഹിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് കടന്നുപോയതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇറാനിലെ ബുഷേഹർ തുറമുഖത്തു നിന്നുമാണ് ഈ കപ്പലുകളെല്ലാം യാത്ര ആരംഭിച്ചത്. കപ്പലുകളുടെ യാത്രയ്ക്ക് US നേവി ഒരു തടസ്സവും സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അതേപോലെ തന്നെ ഉപരോധത്തെ തങ്ങളുടെ അതായത് ഈ ഇത്തരം ഉപരോധങ്ങൾ തങ്ങൾ വകവെക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ ചൈനയാകട്ടെ അവരുടെ റീച്ച് സ്റ്റാനിയ എന്ന ആ ഒരു കപ്പലാകട്ടെ ഇന്നലെ ഹോർമൂസിലൂടെ തന്നെ കടന്നു പോയിരുന്നു. കെപ്ലർ, മീറൽ, ട്രാഫിക് എന്നീ ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റ ആ ഒരു സൈറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കപ്പൽ സഞ്ചരിച്ചതായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഉപരോധം ആരംഭിച്ച ശേഷം ഇറാൻ ബന്ധമുള്ള ഒരു കപ്പലും ഹോർമൂസ് കടന്നിട്ടില്ല എന്നതാണ് US സൈന്യത്തിന്റെ അവകാശവാദം. കപ്പലുകൾ സുഗമമായി തന്നെ ഹോർമൂസിലൂടെ പോയതിന് പിന്നാലെ തന്നെ ട്രംപിനെ അവിടെ വലിയ രീതിയിൽ കണക്കറ്റ് പരിഹസിച്ചുകൊണ്ടാണ് ഇറാൻ രംഗത്ത് വരുന്നത്. സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുന്നത് പോലെ തന്നെ എളുപ്പമല്ല ഹോർമൂസിലെ കാര്യങ്ങളെന്നും സമൂഹ മാധ്യമത്തിൽ ബ്ലോക്ക് ചെയ്ത് കളിക്കുന്നത് അതുപോലെ അല്ല ഇക്കാര്യങ്ങളിലുള്ള ഭീഷണി എന്നത് ട്രംപ് മനസ്സിലാക്കണമെന്നതാണ് ഇറാൻ പറയുന്നത്. ആരെങ്കിലും നിങ്ങളെ ബ്ലോക്ക് ചെയ്താൽ പോയി തിരിച്ച് ബ്ലോക്ക് ചെയ്യാൻ ഹോർമൂസ് കടലെടുക്ക് സോഷ്യൽ മീഡിയ അല്ല എന്നതായിരുന്നു ഹൈദരാബാദിലെ എംബസിയുടെ ഹാൻഡിലുകൾ അവിടെ ഹാൻഡിൽ ചെയ്യുന്ന ഇറാനിയൻ വ്യക്തികൾ കുറിച്ചിരിക്കുന്നത്. ഈ ആവേശം വൈറലാവുകയും ചെയ്തുവെന്നും ട്രംപ് അമേരിക്കൻ ജനതയെ മുഴുവൻ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുകയാണ് ചെയ്തിരിക്കുന്നതെന്നതും ഇവിടെ എക്സിലൂടെ തന്നെ കുറിച്ചിരിക്കുകയാണ്. ഇതാദ്യമായിട്ടല്ല ഇറാന്റെ വിവിധ രാജ്യങ്ങളിലെ എംബസികൾ അവരുടെ എക്സ് ഹാൻഡിലൂടെ തന്നെ ട്രംപിനെ ട്രോളുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.